വിദ്വേഷ പരാമർശത്തിൽ ബി.ജെ.പി നേതാവ് പി.സി. ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്നാണ്. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. ഇന്നലെ ജാമ്യാപേക്ഷയിലുള്ള വാദം പൂർത്തിയായിരുന്നു. ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ടോബി, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ വാദം പൂർത്തിയായി, ഇന്ന് വിധി വരികയാണ്. എന്താണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് പ്രവിത. എന്തായാലും പി.സി. ജോർജിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നെന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ സംഭവം നടക്കുന്നത് ജനുവരി 6-ാം തീയതിയാണ്. അന്നൊരു ചാനൽ ചർച്ചയിലിരുന്ന് മുസ്ലിം സമൂഹത്തിനെതിരായിട്ടുള്ള ഒരു പരാമർശം അദ്ദേഹം നടത്തിയതാണ് ഇത്രത്തോളം വിവാദമായത്. അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം ഈ കേസായി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ മുസ്ലിം യൂത്ത് ലീഗ് ഒരു പരാതി നൽകുന്നു. ആ പരാതി കേസാകുന്നു. തുടർന്ന് അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ജില്ലാ കോടതിയെ സമീപിക്കുന്നു. അവിടെ നിന്ന് ആ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു. പിന്നീട് ഹൈക്കോടതിയിലേക്ക് പോകുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് അതിരൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെ അദ്ദേഹത്തിന് നേരെ നടത്തുന്നു. അതിനൊക്കെ ഒടുവിലാണ് കഴിഞ്ഞ ദിവസം നാടകീയമായ രീതിയിൽ അദ്ദേഹം കീഴടങ്ങുകയും അദ്ദേഹത്തെ റിമാൻഡിലേക്ക് വിടുകയും ചെയ്തത്. എന്തായാലും ഇന്നലെ അതിശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങളാണ് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നത്. പ്രതിക്ക് ഈ ജാമ്യം ലഭിക്കുന്നതിന് എല്ലാ അർഹതയും ഉണ്ട് എന്ന് പ്രതിഭാഗം വാദിച്ചു. അതിനുള്ള കാരണം കേസുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. തെളിവെടുപ്പുകൾ കഴിഞ്ഞു. അതുപോലെ തന്നെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യം കൂടുതലായിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കണം. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായവും ആരോഗ്യസ്ഥിതിയും കൂടി പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ജാമ്യം അനുവദിക്കണം, കേസുമായി പൂർണ്ണമായിട്ട് സഹകരിക്കും എന്നൊക്കെയാണ് ഇന്നലെ പ്രതിഭാഗം പറഞ്ഞത്. എന്നാൽ പ്രോസിക്യൂഷൻ ഇതിനെ അതിശക്തമായിട്ട് എതിർത്തു. പ്രോസിക്യൂഷൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയപ്പോൾ തന്നെ അതിശക്തമായിട്ടുള്ള രൂക്ഷ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നു. ഒപ്പം തന്നെ പലതവണയായി ഈ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതി പോലും നിർദ്ദേശിച്ചിട്ടും അതുവരെ ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലും ജാമ്യം അനുവദിക്കരുത്. ജാമ്യം അനുവദിച്ചാൽ അത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്നുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷനും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ശക്തമായ വാദമാണ് പ്രോസിക്യൂഷൻ ഉയർത്തുന്നത്. അപ്പോൾ പി.സി. ജോർജിന് ജാമ്യം ലഭ്യമാകുമോ എന്നുള്ളത് നമുക്കിന്ന് കണ്ടറിയാം.